ഗായ്സ് ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോണത് BGMI ആണ്. ഗായ്സ്, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ 9ാമത്തെ ലെവൽ എത്തി. ഗായ്സ്, ഇത് കൊള്ളാം. പ്ലേ ഓക്കെ ഹൗ ടു പ്ലേ എന്തുവാ ഗൈസ്, നമുക്ക് പറ്റുന്നില്ലേ? പറ്റൂ ഒരു ഐസ് വരില്ലേ? 70 ഐസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് സ്കിൻ മേടിക്കണം, അല്ലെങ്കിൽ ഇത് മേടിക്കായിരുന്നു. ഇത് ഗ്യാസാണ്, ഗ്യാസ് നമുക്ക് മേടിക്കണ്ട. ഇത് മേടിക്കായിരുന്നു, ഇതും മേടിക്കായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഇത് കൊള്ളാല്ലേ? ഇത് ഞാൻ എവിടെയോ കണ്ട് പരിചയം, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നേരെ പബ്ജിയിലേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ ഇടാം. നമുക്കൊന്ന് പറഞ്ഞാൽ ഇതെന്തുവാ ഗൈസ്? ഗിഫ്റ്റ് ഓക്കെ ഗൈസ്, എന്തുവാ? ഇത് വെച്ച് നമുക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റൂലേ? നമുക്ക് നല്ലത് നോക്കി മേടിക്കാം ഗൈസ്. എന്തേലും മേടിക്കാം. ഇത് കൊള്ളൂല്ല. ഉണ്ട്, എത്ര ഉണ്ട്? കൊള്ളാമോ ഗൈസ്? കൊള്ളൂലല്ലേ? ഇത് കൊള്ളാമോ? പഴയ ലുക്കില് ഇത്രയും ഡ്രസ്സൊക്കെ കിട്ടും. നോക്കാം. ഇത് കൊള്ളാം. ഇതിനെക്കാട്ടി നമുക്ക് ഇതിങ്ങനെ ഇരുന്ന പബ്ജിയെ ഒന്നാമത് ഗ്യാസിൻ്റെ ഡ്രസ്സും ഒക്കെ ഇടും ബോയ്സ്. പക്ഷെ ഇത് കൊള്ളൂല. എനിക്കത് വേണമെണ്ടെന്ന്, പക്ഷേ എനിക്ക് ബോയ് ആയതുകൊണ്ട് വേണ്ട, ഗ്യാസിനായതുകൊണ്ട് വേണ്ട. ഗൺ സ്കിന്നുള്ളല്ലോ, ഗൺ സ്കിൻ നോക്കാം. ഇത് ഫ്രീ ഫയറിൽ ഈ ഗണ്ണിന് ഈ MP5 എന്ന് പറയും. MP5 ആണ് ഇത്. MP5 ആണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. MP5 അല്ല ഇത്. പിസ്റ്റലിന് ഒരു സ്കിന്നുണ്ട്. നമുക്ക് ഇതെടുത്താലോ? ഇത് വേണ്ട, ചുമ്മാ എടുക്കുന്നതാണ് നമ്മള്. എന്തേലും എടുക്കാൻ. കാറിനൊരു സ്കിന്നുണ്ടോ? ഇത് പൊളി. ഇതൊക്കെ സെക്കൻഡ്. ഈ ബോയ് സ്കിന്ന് ഇത് കൊള്ളാം. ഇത് മേടിക്കാം ഗൈസ്. ഇതൊരു ഇഷ്ടപ്പെട്ടിങ്ങനെ പൊളി. എന്താ സ്കിപ്പടിച്ച് പോകുന്നതിൻ്റെ. അപ്പം നമുക്ക് ഇത് മേടിക്കല്ലേ ഗൈസ്? ഒരു മിനിറ്റ്.
ഓക്കെ കൊടുക്കുന്ന അമ്മ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ പുളി 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 ഇതാ നമുക്ക് പബ്ജി ഓക്കെ പബ്ജി കുഴപ്പം 10 ഉള്ളൂ, ഇനി ആവശ്യമില്ലേ? നമ്മൾ അതല്ലേ ക്ലിക്ക് ചെയ്ത ഇതിനെന്തെങ്കിലും ഇതെടുക്കാം, ഇത് മേടിക്കണ്ട. ഇമോട്ട് ഇതുള്ള ഇമോട്ട് കൊടുക്കുക. നമ്മളെ ഫ്രീ ഫയറിൽ പോലും ഫ്രീ ആയിട്ട് കൊടുക്കാത്ത ഇമോട്ട് നമ്മളെ പബ്ജി ഇത്രയും വേണം, ഇത്രയും ആക്കാം. ഇമോട്ട് ക്ലൈം ചെയ്യാം. ഫ്രീ ഫയറിൽ കൊടുക്കൂല, ഇത് കൊടുക്കുന്നെങ്കിൽ ഞാൻ ക്ലൈം ചെയ്യാം. ഇവിടെ എന്തേര് ടോപ്പപ്പ് ചെയ്യണം, ടോപ്പപ്പ് മറ്റേ എന്തേര് ഗൺ സ്കിന്ന്. ഓഹോ ഇതിനെ ഗൺ സ്കിന്നായിരുന്ന ചുമ്മാ ആഗ്രഹിച്ച്. നമ്മൾ ഉദ്ദേശിച്ചത് എനിക്കിനി പബ്ജി കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇതൊന്ന് നോക്കണേ. പാൻറ് കൊള്ളൂല, നമ്മളെ ഡ്രസ്സിങ് തന്നെ ഇട്ടേക്ക്. ഇവിടെ നമ്മളെ ഡ്രസ്സ് ഇത് തന്നെ ഇട്ടേക്കാം. ഇന്നലെ മറ്റേ പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് പബ്ജിയെ കുറിച്ച് അത്രയ്ക്കും അറിയുന്നു വശമില്ലല്ലോ. കണ്ട ഇത് ടോപ്പപ്പ് ചെയ്യാൻ, ഇത് 18 ലെവലാ. ഇതെടുക്കണ, ഇത് ഞാൻ നോക്കൂല, പറ്റൂല, എടുക്കൂല. ഇതല്ലേ 30 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഞാനോ ഈ ഗേൾസ് ആയിരുന്നു, ഞാൻ വിചാരിച്ച ബോയ്സിനെയാണ്. അയ്യോ ഇതെന്ത്, എനിക്ക് എന്തുവാ പറ്റിയ? എന്തേലും എനിക്കിതുവരെ എടാ ഇട്, ഇത്രയും കഷ്ടപ്പെട്ട ടൈമാണ്. ടൈമില്ല. പബ്ജി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട്. കളി ഇന്ന് പോണില്ലേ, മാച്ച് പോണ്ട, മാച്ച് പോയെന്നൊരു മണ്ടില്ല. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്. അല്ല ഇതൊക്കെ ആശി ഗൈസ്. ദ ഗോൾഡ് 4, സിൽവർ 3, ഗോൾഡ് 5. ഓഫ്ലൈൻ ഈ ബ്രോ ബ്രൗൺസ് 1, ഞാൻ ബ്രൗൺസ് 3 ആയിട്ടായിരുന്നു അക്കൗണ്ടിൽ കയറി വെക്കുക. നല്ലൊരു ബ്രോ കാണാനൊക്കെ ലുക്കുണ്ട്, ലൈക്ക് കൊടുത്ത് അക്കൗണ്ട്. അയ്യോ പാവല്ലേ, 10ാമത്തെ ലെവലാണ്. ഓ ഗൈസ്, ലെവൽ ഈ ചേട്ടനെ അറിയാമല്ലോ. ലെവൽ കൂട്ടിയിട്ടില്ലേ ചേട്ടൻ? ലെവൽ കൂട്ടിയിട്ട് ഇങ്ങനെ ബ്രൗൺസിൽ കിടക്കുന്നവരുണ്ട്. ഞാൻ പണ്ട് അങ്ങനെയാണ്. ഫ്രീ ഫയർ പണ്ട് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ വിചാരിച്ചു വന്ന് ഈ CS മറ്റേ
12 ലെവലായപ്പോൾ CS മാച്ച് സ്റ്റാർട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കണ് എന്തിനാണ് ചുമ്മാ ഇത്രയും എനിമികൾ അടിച്ചിടുന്ന, അതിനെക്കാട്ടി നല്ലത് ഈ CS മാച്ച് കളിച്ച് കുറച്ച് എനിമികൾ അടിച്ചിട്ടാവും ഒരേ സ്കോഡായിട്ട്. അങ്ങനെ പണ്ട് ഇപ്പം എനിക്കിപ്പോൾ അറിയാം ഇങ്ങനെയാണെന്ന്. ഇത് രേസ് വന്ന എന്തിനാണ് രേസ് വന്ന എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാ ഒന്നാണ് സ്കിപ്പ് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അയ്യോ അയ്യേ ഇതായിരുന്നു ചുമ്മാ. ഓഹോ ഇങ്ങനെ നമുക്ക് നിൽക്കാം. അവളങ്ങാണല്ലേ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ച എനിമിയാണെന്ന്. ഇവിടെ എനിമികളാച്ചുണ്ട്. ഇത് ചിലപ്പോൾ ഒരു കുറേ ലെവൽ ഫുള്ള് ഇത് ടോപ്പപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. എനിക്കൊന്നും അറിഞ്ഞൂടെ. ഒന്നാമത് ഞാൻ പബ്ജി അധികം കളിക്കാറില്ല. ഇനിയാണ് ഒരു അക്കൗണ്ട് കൂടെ അടിച്ചു വരെ ഒരു അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഇതിലാണ് റെക്കേഴ്സൊക്കെ കൂടുതൽ. എനിക്ക് അക്കൗണ്ട് അടിച്ചു. ഹായ് നല്ല ഇമോട്ട്. എനിക്കിത് വേണം. ഇതെങ്ങനെ എടുക്കണ്ടോ? അയ്യോ ഇത് കൊള്ളൂല്ലേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഗൈസ് ഈ പബ്ജി കളിക്കുന്ന ഇത് ഫീമെയിൽ വണ്ടിയിലാണ് മാൻ വണ്ടിയിലാണ്. ഗൈസ് കണ്ട റോബോയാണ്. നമ്മളെ മുടി മാറ്റായിരിക്കും. ഞാൻ മുടി മാറ്റാൻ പോണേ. ഇങ്ങനെയൊന്നും വേണ്ട നമുക്ക്. ഈ ഡ്രസ്സേ വേണ്ട. ഓക്കെ ഏത് ഡ്രസ്സ് ആക്കാം? ഇതാക്കല്ലേ. ഇത് വേണ്ട. ഇത് മതി. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. അല്ല ഈ ടൈം ലിമിറ്റില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. പൊളി. ഓക്കെ മാറ്റാം. ബണ്ട അങ്ങോട്ട് ഈ മാസ്ക് വെച്ചേക്ക്. ഹെയർ മാറ്റിയപ്പോൾ ഇങ്ങനെ ആക്കാം. ഇതെന്തേരി എല്ലാം കിട്ടൂ. പിന്നെ 10 കയറി ഉണ്ട്. എന്തുവാണെന്നിരിക്കുന്നു. ഓക്കെ നമുക്ക് എല്ലാം കൂടെ പിന്നെ നമ്മൾ ഇതിലാണ് ഇതിങ്ങനെ തരും. എന്നാലേ മേലം കിട്ടണേ. അയ്യേ ചീപ്പ് സാധനം കിട്ടി. ഓക്കെ നമുക്ക് പിന്നെ ഇതാണ്. അയ്യേ എന്തേരി നമ്മളെ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ചീപ്പ് സാധനം. ചുമ്മാ അടിച്ച്
നന്നായിട്ടുണ്ടിരുന്ന ഡ്രസ്സ് ആക്കി ഇത് മാത്രം മാറ്റിയിട്ട് വെള്ളമുടി ഓക്കെ ലുക്ക് ഇതും കൂടെ വന്നപ്പോൾ ഒരു കൊമാളില്ലേ വേണ്ടല്ലേ ഇപ്പോൾ ഒരു പൊളിയായി പക്ഷേ നോക്കാം മേടാ ഡ്രസ് അത്രയ്ക്കും പോരാ ഇത് വേണോ എന്നൊരു ഡൗട്ട് ഇതാണെങ്കിൽ കുറച്ച് ഹെഡ്ഫോൺ ഉണ്ട് ഇതിൽ ഹെഡ്ഫോൺ ഉണ്ടെന്ന് തോന്നി ഇതാണെങ്കിൽ പ്രീമിയം ലുക്ക് വരും ലുക്ക് ഇല്ല ഇപ്പം എന്ത് ചെയ്യും നമ്മള് ഇതെന്തുവാ ഗിഫ്റ്റ് 12 ടോപ്പ് ഗൈസ് ഒരു കാര്യം പറയട്ടെ ഇതിലില്ലേ ഓരോ ലെവലിൽ ടോപ്പ് ആവുമ്പോൾ നമുക്ക് കണ്ട ഇവിടെ മാറ്റിയിട്ടുണ്ട് അതാണ് ഫ്രീ ഫയറിന് ചിലക്കും ചെയ്യാനുണ്ട് ചിലപ്പോൾ ഫ്രീ ഫയർ നമുക്കിവിടെ പോയാലോ ആയി പുള്ളിൽ ഇരിക്കാനൊക്കെ ഓ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇരിക്കുന്ന നിങ്ങൾ നോക്കിയാണ് കണ്ട ഫ്രീ ഫയർ ഇരിക്കുന്ന ഒറ്റ അടിക്ക് അങ്ങ് ഇരിക്കൂലേ ഇതിരിക്കണ്ടേ കണ്ട ഇതുപോലെ നമുക്ക് എടുക്കണം ഇത് കളക്ട് ചെയ്യണം പിടിച്ചോ നിന്നായിരുന്നു അയ്യോ അയ്യോ പാവം കുട്ടി അയ്യോടാ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഫ്രീ ഫയറിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഗ്രൗണ്ടിലൊക്കെ പോയപ്പോൾ ഒരു ആരും ഇങ്ങനെയൊന്നും കാണിച്ചില്ല ഗൈസ് പബ്ജിയിൽ ഇത്രയും പാവമായ പക്ഷെ പബ്ജിയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഫുള്ള് മലയാളീസാണ് ബംഗാളി അങ്ങനെ കുറവാണ് പക്ഷെ ഫ്രീ ഫയറിൽ വാടി എവിടെ അവളെവിടെ അവള് തോണ്ടേ കുഴപ്പമില്ല പൊക്കെടുത്തോണ്ട് പോവാ പാവം കൊച്ചില്ലെന്ന് തോന്നുന്നു എന്താടാ മോനെ നിനക്ക് കുറച്ച് കുഴപ്പമാണ് ഞാൻ വഴി അറിയാനോട് അണ്ട അതിലൊക്കെ ഈ പബ്ജിയാണ് കുറച്ച് നല്ലത് എനിക്ക് പക്ഷെ പബ്ജി ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല ഫ്രീ ഫയർ അവരല്ലേ പേരെഴുതാൻ പറയണം പക്ഷെ ഇവരല്ലേ ഇമെയിലിൽ നിന്ന് പേര് തിരഞ്ഞെടുക്കും പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലാതെ ഇമെയിലിന് തിരഞ്ഞെടുക്കാൻ പറ്റൂ ഗസ്റ്റ് അക്കൗണ്ട് ഇല്ല ഇതിൽ ഞാനത് ഗസ്റ്റ് അക്കൗണ്ടാണ് ആ ഗസ്റ്റ് അക്കൗണ്ടിലല്ലാതെ തന്നെ ഇപ്പം പിന്നെ ഗൂഗിൾ അക്കൗണ്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഗൈസ് ഇതില്ലേ ഇത് ഞാൻ നേരത്തെ എടുക്കാം
വെച്ചിരുന്ന് ഞാൻ കുറച്ച് മുമ്പേ വൈകിട്ട് പബ്ജി കളിച്ചപ്പോൾ ഇതെടുക്കാൻ വെച്ചിരുന്നു. ഗൈസ് ഇന്ന് വീഡിയോ ഇട്ടത് എന്താന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് സമയം കിട്ടി വീഡിയോ ഇടാൻ. സ്റ്റോറി ഗൈസ് ഈ കൈ കണ്ടിട്ട് എനിക്ക് ഒരു ഫ്രീ ഫയറിലുണ്ട് ഒരു കൈ വരാ, മറ്റേ ഇങ്ങനെ മുഖത്തൊക്കെ ഒരു ചുമപ്പ് ഇടൂല്ലേ, അതേപോലത്തെ ഒരാള്. ഓ എന്തൊരു അനിമേഷൻ ഗൈസ്. ബ്രൈറ്റ്നസ് കുറച്ച് വെക്കട്ടെ. നിങ്ങളെന്താ ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ബ്രൈറ്റ്നസ് കൂട്ടിയേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഗൈസ്, കാണാൻ പറ്റൂല. ഇവന്തിനെ എവിടെയോ ഞാൻ കണ്ട് പരിചയം. ഇതൊക്കെ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതെല്ലാം എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ടോപ്പപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ കയ്യിൽ പൈസ ഇല്ല. പൈസ ഏറ്റവും ഉണ്ടായിരുന്നെങ്കിൽ ഫ്രീ ഫയറൊക്കെ ഞാൻ എങ്ങനെ കളിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. കണ്ടാ ഇതിലൊക്കെ ഞാൻ ഇപ്പം ഇരിക്കാൻ പോണ്. കണ്ടാ എത്ര ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് കുറേ ഇതിന് ഓണർ ഈ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാർ ഇങ്ങനെ എടുക്കും. ഈ ബ്രോ പൊളി, ഈ ബ്രോ പബ്ജി ബ്രോ ഇവര് ഇഷ്ടപ്പെടുന്നില്ല. ഈ ബ്രോയുടെ അടുത്ത് പോവാം. ഈ ബ്രോ ആണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുമ്പോ എന്തൊരു എന്താ അപ്പം ഇങ്ങനെ ഇപ്പോഴെങ്കിലും എന്തോ ദാ വരുന്നേ. കൊള്ളാം ഗൈസ്. അയ്യോ എന്തിരി കിടന്നാലും പബ്ജി കളിഞ്ഞിട്ടേ വേറെ ഉള്ളൂ ഗൈസ്. കണ്ടാ സുഖിച്ചിരിക്കാം. ദോണ്ടെ അവിടെ ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. വിടാ. എന്തൊരു സുഖം. അവിടെ എങ്ങനെയെന്ന് ഇരിക്കുന്നതെന്ന് നോക്കാം. ഈ ചെയറുണ്ട്, ഇവിടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അയ്യോ തെറ്റിപ്പോണ. അതുകൊണ്ട് എന്തൊരു സുഖമാണ്. എനിക്കിതിൽ പ്ലേ ചെയ്യണമെന്നുണ്ട്. ഇത് ഫ്രീ ഫയറിന് കോപ്പി അടിച്ച് ചെയ്യണമെന്ന് ഒരു ഡൗട്ട്. എനിക്കിഷ്ടപ്പെട്ടു പബ്ജി. ഞാൻ 2 ദിവസം എടുത്തുള്ളൂ എനിക്ക്. പക്ഷെ പബ്ജി പൊളി. ഇതാണ് പബ്ജിയുടെ മെയിൻ ഹൈലൈറ്റ്. എനിക്കൊരു ഡൗട്ട് ഇതിൽ കയറാൻ പറ്റും. ഇതേപോലെ നമ്മളെ ഫ്രീ ഫയർ ഇങ്ങനെ ഉണ്ടായി. എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കയറി ഓട്ടിക്കായിരുന്നു. എന്തൊരു സുഖം.
ഇഷ്ടപ്പെട്ട് മിക്കവാറും ഞാൻ ഫ്രീ ഫയർ നിർത്തി ഇതിൽ വരാനെനിക്കൊരു സാധ്യതയുണ്ട്. ഇവിടെ നിർത്തുന്നില്ല. കൊള്ളാം ഗൈസ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇത് വേറെയാണല്ലേ. ഇതിങ്ങനെ ചാടാൻ പറ്റില്ല. ഇതെന്ത് എന്തിനിപ്പോ ചെയ്യും? പോയി ഈ ഊഞ്ഞാലൊന്ന് അടിയൊക്കെ. ഊഞ്ഞാലേ പബ്ജി ഇഷ്ടപ്പെട്ട് ഗൈസ് ഉടനെ ഫ്രീ ഫയർ നിർത്തിയാൽ പബ്ജിയിൽ പോകും കേട്ടോ. അത്രയ്ക്കും നല്ല സുഖം കണ്ട. വേണ്ട ഗൈസ്, നമ്മളിപ്പോൾ ഫ്രീ ഫയർ റാങ്ക് നമുക്ക് പുഷ് ചെയ്യണം. ഗൈസ് വിവേജ് ലെവല് എത്ര? ഗൈസ് ഒരു കാര്യം പറയട്ടെ, ഫ്രീ ഫയറിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ പബ്ജിയിലോട്ടേ വരുന്നത്. പബ്ജിയെ പറ്റി എനിക്ക് നിങ്ങൾ കുറ്റം പറയേണ്ടി എന്ന് വെച്ചാൽ ഞാൻ പബ്ജി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ആയതേ ഉള്ളൂ. കണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ട, വിവേജ് ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയറിന് ടോപ്പപ്പ് വേണം. പക്ഷേ ഇതാ പെട്ടെന്ന് വിവേജ് കിട്ടാൻ വേണ്ട. ഞാൻ കാണിച്ചു തരാം. കണ്ട ഇത്രയും മതി. കണ്ട ഈ ഇത്രയും സാധനം. പക്ഷെ നമ്മൾ 20 രൂപ കൊടുക്കണം. അത് 500-ന്. ഞാൻ കാണിച്ചു തരാം. ഇത് 18. ഇത് പക്ഷെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. കണ്ട, ഇത് 500, ഇത് 20. കണ്ട, പക്ഷെ ഇതിൽ 500 ഉള്ളൂ. കണ്ട, ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടും. കണ്ട, ഇങ്ങനത്തെ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനത്തെ ഒരു ഇത് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഇതിന് വില കൂടുതല. ഇങ്ങനെ വില കൂടും. 20-ന് കിട്ടുമെന്നെങ്കിൽ കൊള്ളായിരുന്നു. അതുപൊളി. ഇത് ഞാൻ എവിടെയോ കണ്ടു പരിചയം. ഗൈസ് ഇത് പബ്ജി കോപ്പി അടിച്ച ഗൈസ്. ഒരു പാട്ടൊക്കെ പണ്ട് ഇറങ്ങിയായിരുന്നില്ല. ആ പാട്ടില് ഗൈസ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ഞാൻ നേരത്തെ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാത്ത ചേട്ടനുണ്ടാന്ന് നോക്കട്ടെ. ഇവിടെ ആ ചേട്ടൻ ടോപ്പപ്പ് ചെയ്യുന്ന ചേട്ടനായിരുന്നു. ചേട്ടാ അതാ വരുന്നേ. ഇവൻ ടോപ്പപ്പ്. ആ ചുമപ്പ് നിങ്ങൾ കണ്ട? അത് ഫ്രീ ഫയറിനകത്ത് ഫ്രീ ഫയറിലുണ്ട്. അത് കോപ്പി അടിച്ചിട്ട് പബ്ജിയും കോപ്പി അടി. ആ തോണ്ട് നിൽക്കുന്നുണ്ട് ചേട്ടൻ. ചേട്ടാ ഇപ്പം പോവേ. നല്ല ചേട്ടൻ പോയി. ചേട്ടന് പെണ്ണ. ഇരിക്കാനുണ്ട് കാണിക്കുന്നില്ല. എവിടെയോ ഒരു മിസ്റ്റേക്ക്. നമുക്ക് പബ്ജിയിൽ ഇങ്ങനെ കിടക്കാൻ പറ്റും. കണ്ട, ഫ്രീ ഫയറിനും പറ്റുന്നത്. പക്ഷെ ഫ്രീ ഫയർ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്
വെള്ളം പബ്ജി വെള്ളത്തിൽ അയ്യോടാ അത് കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കണ്ട അടിക്കൂടെ ഇതേപോലെ ഇത് പ്രാങ്ക് ചെയ്യാൻ വെച്ചേക്കുന്നതാണ് വെള്ളത്തിനപ്പുറത്തോല്ലേ ഞാൻ ഈ ഗെയിമിനൊരു മാർക്ക് കൊടുക്കുന്നത് ഇത്രയും നല്ല ഗ്രാഫിക്സ് ഉണ്ട് എല്ലാത്തിനും ഇരിക്കുമ്പോഴാ ഞാൻ കാണിച്ചു തരാം. ഇവനൊക്കെ എവിടെ നിന്ന് വരും കണ്ട ഇതിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇത് പക്ഷേ പബ്ജി എന്ന് പോയി. അത് പബ്ജിക്ക് നമ്മൾ പെട്ടെന്നല്ലേ ഒറ്റയടിക്കല്ലേ കയറിയിരിക്കുന്നു. പക്ഷെ ഇതിൽ പബ്ജി അപാര. അതുകൊണ്ട് ഞാൻ ഇതിൽ പബ്ജിക്കൊരു മാർക്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ 100 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100-ലൊരു 100. അതെന്താന്ന് വെച്ചാൽ ഇത്രയും നല്ല ആൾക്കാർ വേണ്ട, നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഗെയിമാണ്, നല്ല ഗ്രാഫിക്സ് ഉണ്ട് ഇതിന് കണ്ട. ഇതൊക്കെ കണ്ട നമ്മളെ ബോഡി പോലെയാണ് ഇരിക്കുന്നത് കണ്ട. നമ്മളെ ബാക്കിലും ഇങ്ങനെയാണ്, നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഇതുണ്ട ഇങ്ങനെയൊക്കെ നമ്മൾ പതുക്കിയല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ ഖുഷിയാണ്. ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമല്ലോ അതേപോലെ ഇരിക്കണം. എൻ്റെ ചേട്ടൻ പബ്ജി കളിക്കും. അവൻ ഫ്രീ ഫയറിൽ ഓൺലൈൻ വരുമ്പോൾ അവൻ ഫ്രീ ഫയറും കളിക്കും, പബ്ജിയും കളിക്കും, കോൾ ഓഫ് ഡ്യൂട്ടിയും കളിക്കും. കോൾ ഓഫ് ഡ്യൂട്ടി എങ്ങനെയെന്ന് തന്നെ അറിയാം. അവൻ കൊണ്ടാണ് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഗെയിമേ അറിഞ്ഞത്. എനിക്ക് ശരിക്കും പബ്ജി, ഫ്രീ ഫയർ, BGMIയും ഫ്രീ ഫയറേ അറിയാവൂ. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് തന്നെ. പിന്നെ കണ്ട ഞാൻ ഇതിൽ 100 കൊടുത്തതെന്ന് വിചാരിച്ചാൽ കണ്ട നമുക്ക് ഇഷ്ടമുണ്ടോ ഡാൻസ് കളിക്കും ഗൈസ്. ഇവിടെ അയ്യോ എനിക്ക് ഇറങ്ങാൻ പറ്റില്ലേ? ഓക്കെ ഇല്ലേ എങ്ങനെയാണ് ഒരു ഇഷ്ടപ്പെട്ട് ഗൈസ്. ഇത് 100 അല്ല ഞാൻ കൊടുക്കാം. 200 മാർക്ക് കൊള്ളാം. 200 മാർക്ക് 200 മാർക്ക് കൊടുക്കും. പിന്നെ ഇത് BGMI ക്രിക്കറ്റ് പ്ലേ ഇതൊന്നും നമുക്കൊന്നും കൂടെ നോക്കാം. ഇത് BGMI അറിയാമെങ്കിൽ നിങ്ങൾ BGMIക്ക് എങ്ങനെയെങ്കിലും ഈ വീഡിയോ അടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് പറ്റുന്നില്ല. എങ്ങനെയാണ് BGMIയുടെ ഇൻസ്റ്റയിലേക്ക് അറിയാൻ ഒരു ദിവസം ചോദിക്കും. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. നമ്മളേരി കണ്ട ഇതൊരു ഇഷ്ടപ്പെട്ട് കാർഡ് വെച്ച് കണ്ട. ഫ്രീ ഫയർ കണ്ട് പഠിക്കാൻ കുറേ 3 എണ്ണമാണ് കൊടുക്കുന്നത്. ഫ്രീ ഫയർ ആണെങ്കിൽ നീ എന്ത് കൊടുക്കൂടാ? അവനാകോ 1 എണ്ണം കൊടുക്കും ഗൈസ്. പിന്നെ നമുക്കൊരു ക്ലാപ്പ് ഇമോണ്ടും ഹായ് ഇമോട്ടും ഇല്ലായിരുന്ന
എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗോൾഡ് ഗൈസ് ഇവന് അതേപോലെയാണ് ഗോൾഡ് 4 ആമ കിട്ടൂലായിരുന്ന ഗോൾഡ് 4 ആമ ഇമോട്ട് കിട്ടൂലായിരുന്ന എൻ്റെ ഒരു ഇനിയും ഉണ്ടായിരുന്നു ഗൈസ് മറ്റേ ക്ലാപ്പ് ഇമോട്ടിൻ്റെ ടൈമിലിട്ട്. പക്ഷേ ക്ലാപ്പ് ഇമോട്ടിന് ആങ്ക് ഇരുന്നപ്പോൾ അങ്ങ് പോയി. ഒരു ഇമോട്ടും കൂടെ. അതാണ് ഈ ഫ്രീ ഫയർ ഇപ്പം അങ്ങനെ എല്ലാവരും നിർത്തി പോണത്. അല്ലെങ്കിൽ ഫ്രീ ഫയർ നിർത്തിപ്പോവും. അത് നല്ലൊരു ഗെയിമാണ്. ഇങ്ങനെ കളിച്ച ആരായാലും നിർത്തിപ്പോവും. നമുക്കിത് എല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. ഇത് കൊള്ളല്ലോ. നന്നായി വരട്ടെ. നീ പോടി. നീ നന്നായി വരില്ല. തോണ്ടിരിക്കും നന്നായി വരുന്ന ആള്. നന്നായി വരും. ഇപ്പൊ പോയില്ലേ. അയ്യോ നമുക്ക് കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു മിനിറ്റ് ഗൈസ്, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ പിന്നെ യൂട്യൂബിൽ പോയി ഗൈസ്. കണ്ടോ എന്നെ അക്കൗണ്ട് ഇവിടെ. ഇതാണ് എന്നെ പുതിയ യൂട്യൂബ് ചാനൽ. ഇതാ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ. കണ്ട മെയ് 26 ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 8 ദിവസമായി. ഇതിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, ഒരു സബ്സ്ക്രൈബും ഇല്ല. ഇതിൽ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിത്താ പ്ലീസ്. പേര് റെഡ് ഗെയിമിംഗ് എന്നാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. ഇമെയിലാണ് @fagheer_ആദി. ഇത്രയേ ഉള്ളൂ ഇമെയിൽ. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ആയിരിക്കും ജീവിച്ചു പോണ്ടേ. വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളടുത്ത് എത്ര ദിവസം കൊണ്ട് പറയാണ് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിത്തരാം. എന്നിട്ട് നിങ്ങൾ ആക്കി തന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാം എന്നെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഞാൻ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. കണ്ടോ ഇതാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ. അതിൽ 232 പേരായിട്ടുണ്ട്. ഇത് ഏത് വൂഡ്സ്? ഇത് 26 വൂഡ്സ്. ഈ ഗെയിമൊക്കെ മറ്റേ ചാനലായിരിക്കും ഇടുന്ന. ഫ്രീ ഫയർ അല്ല. ഈ ഗെയിമും മറ്റേ ചാനലായിരിക്കും ഇടുന്ന ഈ ഗെയിം. പിന്നെ ഈ ബസ് ലിമിറ്റർ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഇത് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. ഇതിന് ടൂറിസ്റ്റ് ബസ്സും KSRTC എടുത്തിട്ടുണ്ട്. നിങ്ങളത് കൊണ്ടുവന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ. പിന്നെ ഈ ഗെയിമൊന്നും കൊണ്ടുവരാൻ പറയില്ല. ഈ ഗെയിം എനിക്കിപ്പോൾ കയറ്റാൻ പറ്റില്ല. സ്റ്റിയറിംഗ് അല്ല ഇപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ മതി, നോക്കാം ഇത്. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ ഗെയിമും ഈ ബസ് സിമുലേറ്റർ ഇല്ലേ, അതൊക്കെ ഞാൻ മറ്റേലായിരിക്കും ഇടുന്ന. ഇതും പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് 43 സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ നിങ്ങൾ എന്തുവാ പരിപാടി? ലൈക്ക് ഉണ്ട്. ഞാൻ ഇവിടെ തൊട്ട് ലൈക്ക് 79 ലൈക്ക്, 43. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൻ്റെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇവ എൻ്റെ കൂട്ടുകാരനാണ്.
എടുത്ത് കാണിച്ചു തരാം. അവന് കണ്ടോ, ഇവൻ്റെ ചാനൽ ഇങ്ങനെയാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ്. കണ്ടോ, ഇതാ അവൻ്റെ ചാനൽ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആരവൊന്നും അടിക്കണ്ട, ആരവ് ഇങ്ങനെ അടിച്ചാൽ മതി. സബ്സ്ക്രൈബേഴ്സിന് ഇത് കുറയ്ക്കാനുള്ള ചിഹ്നവും 5D ഒന്നും അടിച്ചാൽ മതി. അവൻ്റെ വീഡിയോ ആകാൻ 12 വീഡിയോസാണ് ചെയ്തിട്ടുണ്ട്. പാവമാണ് ഇവൻ. കണ്ട, ശബരിമലയ്ക്കൊക്കെ പോണ വീഡിയോസ്, ഡാൻസ് കുറവാണ്. അവൻ്റെ ഒരു വ്യൂട്ട്സൊക്കെ ഉണ്ട്. അതെൻ്റെ ഒരു വ്യൂട്ട്സിലുണ്ട് ശരിക്കും വ്യൂട്ട്സ്. ഇവന് ഇങ്ങനത്തെ വീഡിയോസാണ്. ഡാൻസിനത് 3 വീഡിയോസ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട് അവന്. ഇതിലൊക്കെ അവൻ 1 2 3 4 5 6 7 8 9 10 വീഡിയോസൊക്കെ അവൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 12ാമത്തെ ഇത് കണ്ടുമാണ്. ഇതിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അവന് കുറച്ച് ലോങ് വീഡിയോ കുറവാണ്. ഇതൊക്കെ അവൻ സ്റ്റാൻഡിലേക്ക് അറിയുന്നതാണ്. ഇതവൻ അല്ലാതെ അല്ലാതെ അവൻ ഇവിടെ പോയതല്ല, കാണിച്ചതാണ്. എല്ലാവരും എന്നെ ഒന്ന് വീഡിയോ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ 13 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പ്ലീസ് നിങ്ങളൊന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യ്. പിന്നെ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി എടുക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ ആണെങ്കിൽ ഒന്നും തോന്നില്ല, രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഗുഡ് നൈറ്റ് എന്ന് പറയണ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയും വെക്കേഷൻ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.